ഹലോ ഗുഡ് മോർണിംഗ് ദാദാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 18/6/26 കഥയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ തിരിച്ച് വന്നിട്ട് നിധിയും സുധീഷും കൂടെ തിരിച്ച് വന്നു കഴിഞ്ഞ് സുധീഷ് ഇങ്ങനെ ഏട്ടൻ്റെ അടുത്ത് കിടക്കുക. അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ ചോദിക്കുമ്പോൾ അവൻ ആദ്യം പറയും ഇല്ല എന്ന് പറയും. അവൻ അങ്ങനെ ഒരു സത്യം പറയുന്നതാണ്. അപ്പോൾ പറയും ഇല്ലേ ചോദിക്കുമ്പോൾ അല്ല കഴിച്ചു പറയും. അപ്പോൾ നിനക്ക് ഇനിയിപ്പോൾ ഒന്നും വേണ്ട വയ്ക്കുമ്പോൾ വേണ്ട അറിയാം. എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടാ അറിയാം. അപ്പോൾ പിന്നെ ഹരീഷും അറിയും ഇന്നെങ്കിലും നിങ്ങൾ എടുത്തിയോട് മനസ്സൊന്ന് തുറന്ന് സംസാരിക്കുന്നു വിചാരിച്ചത്, എന്താ നിങ്ങളൊന്നും സംസാരിക്കാത്തത് അറിയുമ്പോൾ സുഭാഷ് അറിയടാ നീ നിർത്ത്, അവൻ സമയം കിട്ടുമ്പോൾ അവൻ പറഞ്ഞോളും, നീ ഇപ്പോൾ നിർബന്ധിക്കാനൊന്നും പോണ്ട, അവന് എപ്പോഴാച്ചാൽ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അതായത് സുധീഷിൻ്റെ മനസ്സിലെ ഇഷ്ടം പറയണമെന്ന് ഇവരോട് വലിയ വീമ്പ് പറഞ്ഞിട്ടാണ് ആൾ പോയത്. പക്ഷേ നിധി ശരിക്കിട്ട് കുടഞ്ഞ് കളഞ്ഞു ആളെ എന്ന് വരികയാണ്. പിന്നെ അവിടെ കിടന്ന് ഇവങ്ങനെ ഏങ്ങലടിച്ച് ഏങ്ങലടിച്ച് കഴിഞ്ഞപ്പോൾ കരയുന്നപ്പോൾ തന്നെ സുഭാഷിന് കാര്യം മനസ്സിലായി, എന്തോ ഇവരുടെ ഇതിൽ ശരിക്കും പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പോട്ടെ സാരല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ തലമുടിയിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് സുഭാഷ്. അപ്പോൾ ഇവൻ കൂടുതൽ കാരണം ഇങ്ങനെ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. അത് കാണുമ്പോൾ ഹരീഷും നികേഷും ഒക്കെ ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെ നേരം വെളുക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ നിധി ഇരുന്ന് ചായ കുടിക്കുന്നു. സുഭാഷ് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായ കൊടുക്കുന്നു. അപ്പോൾ നിധി ഇരിക്കുന്നത്, നിധീൻ്റെ അപ്പുറത്ത് നികേഷ് ഇരിക്കുന്നുണ്ട്, ഹരീഷ് ആ മേശയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ സുധീഷിനോട് നിനക്ക് ചായ തിരട്ടിടയ്ക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി ഇവനെ ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ ദേഷ്യം പിടിച്ച പോലെ നോക്കുകയാണ് സുധീഷിനെ. അപ്പോൾ സുധീഷ് തിരിച്ച് അടുക്കളയ്ക്ക് തന്നെ പോയിട്ട് മുഖം കഴുകി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ ഇവള് നിധിയോട് ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇന്നലെ മുതൽ ഞാൻ ചോദിക്കുന്നതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ പറയും ഇല്ല കേട്ടോ ഒരു പ്രശ്നമില്ല എന്ന് പറയും. ഒരു പ്രശ്നമില്ലേ ചോദിക്കേണ്ടത്, വീണ്ടും എടുത്തൊഴുക്കി ചോദിക്കണം. അപ്പോൾ ഇല്ല ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ശരി. അപ്പോൾ സുഭാഷിനോട് ഇങ്ങനെ ഒന്നുമില്ല ഏട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഹരീഷും നികേഷും ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതാണ് ഏട്ടൻ ചോദിച്ചത് എന്ന് നിധിയോട് എടുത്ത് വയ്ക്കുമ്പോൾ ഇല്ല ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളങ്ങനെ അങ്ങോട്ട് പോവുകയാണേ. അത് കഴിഞ്ഞ് സുധീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്. സുധീഷിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താടാ വയ്ക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടാ ഇന്നലെ നിങ്ങൾ ആരാ സ്കൂട്ടർ ഓടിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട് മറ്റേ നികേഷ്. അപ്പോൾ പറയും ഞാൻ ഓടിച്ചു. എടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, അങ്ങോട്ട് ഞാൻ ഓടിച്ചു, ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളം നിർത്തുകയാണ് കേട്ടോ. എന്തായാലും സുധീഷേട്ടൻ പിന്നിലിരിക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റിയല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പറയും എന്നറിയും, എടാ ഹരീഷേ അല്ല സോറി നിതീഷേ സുധീഷ് നീ അവളുടെ നിധിയുടെ ലൈസൻസിൻ്റെ ഒന്ന് വേഗം ശരിയാക്കി കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ അവൻ ഏട്ടാ ഞാൻ ശരിയാക്കി കൊടുക്കാൻ പറയും. പക്ഷെ ഇവൾക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവളുടെ ഒരു കാര്യത്തിലും ഇയാളെ ഉൾപ്പെടുത്തണ്ട എന്നാണ് നിധിയുടെ തീരുമാനം. അപ്പോൾ പറയും ഞാൻ ശരിയാക്കാം ഏട്ടാന്നറിയും. അത് വേണ്ട എന്താ വെച്ചാൽ നീ ചെയ്ത് കൊടുക്ക് ശരി എന്ന് പറയണം. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൾ എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. പോകുമ്പോഴാണ് സുഭാഷ് ചോദിക്കേണ്ടത് എന്താണ് നിങ്ങൾ തമ്മിൽ പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നറിയും. അത് കഴിഞ്ഞ് ഇവൾ പോയതിൻ്റെ പിന്നാലെ ഇവനും പോകുന്നുണ്ട്, സുധീഷും പോകുന്നുണ്ട്. അപ്പോൾ സുധീഷ് പോകുമ്പോൾ ഇവൾ തുണി പിഴിഞ്ഞ് വിരിച്ചിടുകയാണ് പുറത്ത്. അപ്പോൾ ഇവളിങ്ങനെ ഇവരെ നോക്കുന്നുണ്ട്, ദേഷ്യം പിടിച്ച പോലെ നോക്കുന്നുണ്ട്. അവിടുന്ന് തിരിച്ച് ഇവൾ കയറി വരുമ്പോൾ അവൾ തടുക്കുന്നുണ്ട്. അപ്പോൾ പറയും എന്താ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മുന്നിൽ വരരുത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളെന്തിനാണ് എൻ്റെ മുന്നിൽ വരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അതല്ല നിധി, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്താ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല. കാരണം എൻ്റെ ആധാറിൻ്റെ കോപ്പി നിങ്ങളെ കയ്യിലിരുന്നിട്ട് അത് കാണിച്ചാണ് നിങ്ങൾ നമ്മുടെ കല്യാണം നടത്തിയത് അല്ലേ, എന്നിട്ട് അത് എന്നോട് ചെയ്ത് ഏറ്റവും വലിയൊരു ചതിയല്ലേ. ഞാൻ എന്തായാലും വീട്ടിലൊന്നും പറയുന്നില്ല ഇവിടെ, കാരണം അവരെ പിന്നെ എൻ്റെ മുന്നിൽ തല കുനിച്ച് പോവും. കാരണം നിങ്ങളുടെ ഈ ചതിയിൽ അവരും കൂടെ പെട്ടുപോയല്ലോ, അതുകൊണ്ട് അവരും എൻ്റെ മുന്നിൽ തല കുനിച്ചു പോകും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു അക്ഷരം ഇവരോട് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ല ഞാനും പറഞ്ഞിട്ടില്ല, ഏട്ടൻ ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നിധി എന്നെ മനസ്സിലാക്കുക, നിധി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നിധി അറിയും. ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ, ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല, നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ ഇവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും നിധി പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക, എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറയില്ല, ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല. നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം ആധാറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്, ചെരുപ്പൂരി വേണമെങ്കിൽ എന്നെ തല്ലിക്കോളാൻ പറഞ്ഞില്ലേ, അത് ഞാനിപ്പോൾ ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് നിധി. അതിൽ സുധീഷ് ഒന്നും മിണ്ടുന്നില്ല.
പറഞ്ഞല്ലോ അത് കിട്ടിയതിന് സമം അങ്ങനെ. അപ്പോൾ അവിടുന്ന് പിന്നെ ഇവനൊന്നും മിണ്ടാണ്ട് നിന്ന് കേൾക്കുകയാണ്. എന്ന് വെച്ചാൽ അവൾ മാറി എന്ന് പറഞ്ഞിട്ട് അവളാണ്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇവൾ ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ്. ഓഫീസിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ നികേഷും പിന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇന്ന് കുറച്ച് നേരത്തെ പോവുകയാണോ ചോദിക്കുമ്പോൾ, അപ്പോൾ അതെ എനിക്ക് വേറൊരു സൈറ്റിൽ പോകണം എന്നാ, അപ്പോൾ അതിന് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും പോസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചെന്ന് നോക്കും. നികേഷ് ചെല്ലുമ്പോൾ ഒരാൾ സ്പീഡ് പോസ്റ്റാണ്. അപ്പോൾ വന്നിട്ട് നിധി ആരോഗ്യമ്പോൾ അപ്പോൾ വിളിക്കുകയാണ്. അപ്പോൾ നിധി വരുമ്പോൾ എന്ത് വയ്ക്കുമ്പോൾ ഒരു പോസ്റ്റ് ഉണ്ട് പറയും. പോസ്റ്റോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും സുധീഷ് ഒന്ന് എത്തി നോക്കുക എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നികേഷും നിധിയും കൂടിയാണ് ആ പോസ്റ്റ് വാങ്ങുന്നത്. അപ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്നത്, നിധി ഒപ്പിട്ട് കൊടുത്ത് വാങ്ങുന്നത്. ഇതെന്താ എടുത്ത് ചോദിക്കുമ്പോൾ അറിയില്ല, അത് ഇവിടുത്തെ അഡ്രസ്സിൽ എന്താ ഇപ്പോൾ വരാൻ എന്നുള്ളതാണ് ഇവൾ നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ നിധിയുടെ ആധാറാണ്. അപ്പോൾ ആധാർ കാർഡോ ഇതെങ്ങനെ ഇവിടെ വരുന്നത്, പിന്നെ ആധാർ കാർഡ് ഇല്ലേ എടുത്തേക്ക് വയ്ക്കുമ്പോൾ ഉണ്ട് ആധാർ കാർഡ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും എന്താണ് എനിക്കറിയില്ല എന്നറിയുന്നുണ്ട്. അപ്പോൾ സുധീഷ് അങ്ങോട്ട് വരികയാണ്. സുധീഷ് വരുമ്പോൾ പറയും ഇതെങ്ങനെ എൻ്റെ ആധാർ കാർഡ് ഇവിടെ ഒന്നും ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പറയും അല്ല എടുത്തി അത് നിധി സുധീഷോ ഇതെന്തത് ചേച്ചിയുടെ സുധീഷേട്ടൻ്റെ പേര് വെച്ചിട്ടാണല്ലോ വന്നിട്ടുള്ളത് പറയുമ്പോൾ ഇവളിങ്ങനെ സുധീഷിനെ തൂർപ്പിച്ച് നോക്കി ദേഷ്യം പിടിച്ച പോലെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയും അതെ ഇവളുടെ പിന്നെ ലൈസൻസിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ അഡ്രസ്സ് വെച്ചിട്ട് ഞാനാണ് ആധാറിന് അപേക്ഷിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ വയ്ക്കുമ്പോൾ എന്തിനത് എൻ്റെ പേര് വെച്ച് കൊടുക്കുന്നത് നോക്കുമ്പോൾ അതല്ല വൈഫ് ഓഫ് സുധീഷ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത് അഡ്രസ്സ്. അപ്പോൾ ജോസഫേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതാകുമ്പോൾ പിന്നെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുള്ളൂ, ആധാറിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടാൻ പ്രയാസമാവുള്ളൂ, അതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അവിടുന്ന് ഇവളൊന്നും പറഞ്ഞില്ല, ദേഷ്യം പിടിച്ച പോലെ കയറിപ്പോവാണ്. അപ്പോൾ അല്ലാണ്ട് നിധി വിചാരിക്കും പോലെ ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, ആ പഴയ പല്ലവിന്നെ അത് നിധിക്ക് വേണ്ടി ചെയ്തതാണ്, ഇങ്ങനെയാണെന്നൊക്കെ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ ആ നുണയ്ക്ക് കുറേ തൊങ്ങലുകൾ വെച്ച് പിടിപ്പിക്കും ഈ മനുഷ്യൻ. അതായത് അതങ്ങോട്ട് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ഈ സുധീഷ് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും മിണ്ടുന്നില്ല, അങ്ങനെ അവളോട് കയറി പോവാണ് അകത്തേക്ക്. അപ്പോൾ നികേഷിൻ്റെ കാര്യം മനസ്സിലാവും. നികേഷ് പറയും അല്ല ഇപ്പോൾ ലൈസൻസിന് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഏത് ആധാറിലും ഇപ്പോൾ ലൈസൻസ് വരുമല്ലോ, അപ്പോൾ എന്തിനാപ്പോൾ ഇങ്ങനെ ഒരു ഇത് നടത്തിയത് വയ്ക്കുമ്പോൾ ഇപ്പോൾ അവൾ ഈ വീട്ടിലത്തെ ഒരു അംഗമായില്ലേ, ഇപ്പോൾ അവൾ എൻ്റെ ഭാര്യയായി, ഈ വീട്ടിലെ അംഗമായി, അങ്ങനെ പതുക്കെ അവൾ എൻ്റെ ഉള്ളിൽ കയറി കൂടിവിടാന്ന് പറയും. അത് വെറുതെയാണ്, ഏട്ടൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഉള്ളിലേക്ക് പേർത്തി കയറി വരില്ല, അത് ഏട്ടൻ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇവന് ദേഷ്യപ്പെടുകയാണ്. കയറി വന്ന ഏട്ടൻ്റെ ഭാഗ്യം, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു നികേഷ് അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നു. പിന്നെ ഓഫീസിൽ പോവാൻ നമ്മൾ നിധി ഓഫീസിൽ പോകുന്ന സമയത്ത് സുധീഷിനെ കുറിച്ചിട്ടാണ് അവൾ ആലോചിക്കുന്നത്. തലേ ദിവസം ബീച്ചിൽ വെച്ചുള്ള സംസാരവും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് ആലോചിക്കുക. അപ്പോൾ ഇവിടെ എടുത്തെടുത്ത് ചോദിക്കുന്ന പോലീസ് ഗോപി സാറിനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടി എന്താ ഈ പറയുന്നത്, സുധീഷാണ് കുട്ടിയുടെ ആധാറിൻ്റെ കോപ്പി ഫോണിൽ നിന്ന് എടുത്ത് തന്നിട്ടാണ് ഈ കല്യാണം രജിസ്റ്റർ ആക്കിയത് എന്ന് ഇങ്ങനെ പറഞ്ഞത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് അവളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ പറയും പിന്നെ സുധീഷ് അവളോട് പറഞ്ഞു എനിക്ക് ഇതിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ, തന്നെ കളയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, ഡിവോഴ്സിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് വിഷമമാണ്, ഞാൻ തന്നെ അത്രയ്ക്കേറെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതും അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഇവൾക്ക് സ്കൂട്ടർ വാങ്ങിക്കൊടുത്തത്, ഇവൾക്ക് പിറന്നാളിൻ്റെ ഗിഫ്റ്റ് കൊടുത്തതൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓഫീസിലാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഓഫീസിലിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ദിവ്യ വന്നിട്ട് നിധിയോട് ചോദിക്കുന്നു, നിന്നെ സിദ്ധാർത്ഥ് വിളിക്കുന്നുണ്ടെന്ന് പറയും. ഇപ്പോൾ എന്നെ നിധി അപ്പോൾ അതെ എന്താ കാര്യം എന്ന് പറയുമ്പോൾ അറിയില്ല, എന്തെങ്കിലും ഇന്ന് വരച്ചതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോക്കുമ്പോൾ ഇല്ല എല്ലാം കറക്റ്റായിരുന്നു, പിന്നെന്താ അറിയില്ല ആൾ ഒത്തിരി ചൂടിലാണ് എന്ന് പറയും. എന്താണോ പ്രശ്നം എന്ന് നോക്കിയാണ്. പിന്നെ ദിവ്യ എനിക്കറിയില്ല പോണോ നോക്കിയും വേണം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അത്ര ദേഷ്യത്തിലാണ് എന്ന് പറയും. ഇനിയിപ്പോൾ ആകെ പ്രശ്നമാവുമല്ലോ. താൻ പേടിക്കണ്ട, തന്നോടെന്തെങ്കിലും പറയണമെങ്കിൽ തന്നോട് മാത്രമേ അദ്ദേഹം പറയുള്ളൂ, വേറെ ആരോടും പറയുന്നില്ല, അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് വഴക്ക് പറയൂല, എന്തായാലും താനൊന്ന് ചെല്ല് എന്ന് പറയണം. അങ്ങനെ ക്യാബിലേക്ക് ചെല്ലുകയാണ്. ക്യാബിനിൽ ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ് വിളിക്കും, സിദ്ധാർത്ഥം തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പറയും പിന്നെ താൻ ഏറ്റവും വലിയൊരു തെറ്റാണ് ഇവിടെ ഈ കമ്പനിയോട് ചെയ്തത് എന്ന് പറയും. അപ്പോൾ ഇവളിങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും എന്താണ് എന്ന് ചോദിക്കുകയാണ്. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് സാർ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയും ഇവിടെ ജോലിക്ക് പോകുമ്പോൾ ഫോമിൽ തൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് താൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതെന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവൾ
അയ്യോ സാർ അത് അതുകൊണ്ടെന്താ പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലേറ്റായിട്ടാണെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ്. എല്ലാവരെയും വിളിച്ച് അതിലൊരു കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ദിവ്യ അറിയും ഞാനും സിദ്ധാർത്ഥും കൂടിയും പിന്നെ നിധിക്ക് തന്നെ പ്രാങ്കാണിത് എന്നറിയാണ്. അപ്പോൾ നിധി ചിരിക്കുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതാക്കുന്നത്. അപ്പോൾ പറയും എങ്ങനെ ചിലവെങ്ങനെ ഞങ്ങൾ ചെയ്യണോ അതോ? അപ്പോൾ അവൾ പറയില്ല എൻ്റെ സാലറി വരട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ. അപ്പോൾ പറയും വേണ്ട സാർ അത് ഞാൻ ചെയ്യാം. അതൊക്കെ ഇവിടെ ഉള്ള ഓരോരോ നിയമങ്ങളാണ്, താനത് മാറ്റാൻ നിൽക്കണ്ട. മോഹൻ പിന്നെ എന്താണ് താൻ അവരുടെ ഓരോരുത്തരുടെയും ആഗ്രഹം എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഓർഡർ ചെയ്തോളൂ എന്ന് പറയും. നിങ്ങൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ കേക്ക് കൊടുക്കുമ്പോൾ നിധിയുടെ കയ്യിൽ, സിദ്ധാർത്ഥ നിധിയുടെ വായിലല്ല കൊടുക്കുന്നത്, കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നിധി എല്ലാവർക്കും കേക്ക് കൊടുക്കുമ്പോൾ ഈ മോഹനൻ എടുത്ത് അവളുടെ വായിൽ വെക്കാൻ നോക്കുന്നുണ്ട് സുധീഷ് ചെയ്യുമ്പോൾ. പക്ഷെ അവളത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പിന്നെ അയാൾ തന്നെ അതാണ് തിന്നുന്നുണ്ട്. അപ്പോൾ ഈ മോഹന് ഇവളെ ഇഷ്ടമാണ്, സിദ്ധാർത്ഥിന് ഇവളെ ഇഷ്ടമാണ്. നല്ല തമാശയാവും കഥ. ഇപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും സുധീഷ്. എന്തായാലും സുധീഷിൻ്റെ കയ്യിലാണ് ചരട് അതുവേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വീട്ടിലാണ്. വീട്ടിൽ ഹരീഷും നികേഷും കൂടി ഇരുന്നിട്ട് എന്തോ ഇതാക്കുക. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് ജിമ്മിലൊക്കെ ഒന്ന് പോകണം, വയറൊക്കെ ചാടി, ജിമ്മിലൊക്കെ ഒന്ന് പോകണം എന്ന് പറയും. അപ്പോൾ ഞാനും വരട്ടെ, എനിക്കുള്ള കാശ് ഏട്ടൻ കൊടുക്കുമോ എന്ന് ചോദിക്കുക നികേഷ്. അതിനെന്താ കൊടുക്കാമല്ലോ, നീയും പോരടാ, നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോഴേക്കും എന്താണ് ഇവളുടെ ഫോൺ വരികയാണെങ്കിൽ നിധുവിൻ്റെ ഫോൺ വരിക. നീതുവിൻ്റെ ഫോൺ വരുന്ന സമയത്ത് അവൻ ചിരിച്ചെടുത്തിട്ട് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോവുക. അപ്പോഴേക്കും നിധി ബാത്റൂമിൽ നിന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ പറയും നിധു ലൈൻ വലിച്ചു, ഇതേ ഹരീഷേട്ടൻ ഫുൾ ചാർജ് ചെയ്താൽ പുറത്തേക്ക് പോയിരുന്നു. കൈവിട്ട് പോയോ എന്നൊരു സംശയമാണെന്ന് അറിയാം നികേഷ്. അപ്പോൾ പറയാം അവർ സംസാരിക്കട്ടടാ, എന്തായാലും ചിരിക്കാത്ത ഹരീഷ് ചിരിച്ച് കാണുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യമാണ് പറയുന്നത് നിധി. പിന്നെ നീ വെറുതെ അവിടെ സ്പൈ വർക്കിനൊന്നും പോകണ്ട കേട്ടോ. ഞാനൊന്നിനും പോകണില്ല എടുത്തിന്ന് പറയും. അപ്പോൾ നിധി അറിഞ്ഞിട്ട് അങ്ങനെ ചിരിച്ചിട്ട് അവളെ റൂമിലേക്ക് അങ്ങനെയായിട്ട് കയറി പോവുക. അപ്പോൾ നിധുവും ഹരീഷും കൂടെ ഉള്ള സംസാരമാണ് പിന്നെ. അപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും നിൻ്റെ സുഭാഷ് ചേട്ടൻ്റെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ കല്യാണമാണ് കേട്ടോ എന്നൊക്കെ പറയും. എന്തായാലും ഇപ്പോൾ വേണ്ട, എനിക്ക് എൻ്റെ PG കഴിഞ്ഞ 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് മതി നമുക്ക് കല്യാണം എന്നിങ്ങനെ പറയുകയാണ് നിധു. അപ്പോൾ പറയും 2 വർഷം ചോദിക്കാണ് ഹരീഷ്. അപ്പോൾ പറയും 2 വർഷം എന്താ വേണ്ടേ എന്ന് ചോദിക്കും. അല്ല 2 വർഷം എന്നൊക്കെ പറയും. അല്ല ഇന്നലെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ റെഡി കേട്ടോ എന്ന് പറയുന്നുണ്ട് നിധു. അപ്പോൾ അവങ്ങനെ ചിരിക്കും. അപ്പോൾ ഇന്നോ അതൊന്നും നടക്കില്ല എന്നറിയണം. അപ്പോൾ അങ്ങനെ ഇവർ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ എന്താണ് നിൻ്റെ പിന്നെ ലൈഫിൽ നിൻ്റെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കാണ് ഹരീഷിനോട് നിധു. അപ്പോൾ പറയും പ്ലാനോ, എനിക്കങ്ങനെ പ്ലാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിനക്കെന്താ നിൻ്റെ വർക്ക്ഷോപ്പ്, വീട്, കുടുംബം, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, വർക്ക്ഷോപ്പിലേക്ക് വരും, ഇതല്ലേ പണി. അതല്ല, നമുക്കല്ലാണ്ട് നമുക്കൊരു പ്ലാനിങ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹരീഷ് നിൽക്കും. അവൻ്റെ ലോകം തന്നെ അവൻ്റെ വീടാണ്, അത് കഴിഞ്ഞാൽ അവൻ്റെ ജോലി, അത്രയേ ഉള്ളൂ അവൻ്റെ ലോകം. അവൻ്റെ ആൾക്ക് ഈ പ്രേമം തന്നെ അപൂർവമായി വന്ന് പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവൻ പറയും എനിക്കങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വേണം നമുക്ക് കുട്ടികളൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ വേണ്ട. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം, പ്രസവം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നൂല് കെട്ട്, ചോറൂണ്, മറ്റേത് മറിച്ചത്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും വേണ്ട, നമുക്ക് ഒരു പട്ടിയെ വളർത്താം എന്ന് പറയാൻ അവൾ. പട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി വേണ്ട, പട്ടി മതി എന്ന് പറയും. അപ്പോൾ അറിയാം എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്, നമ്മളെപ്പോലുള്ള പുതിയ തലമുറ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുട്ടികളൊന്നും അവർക്ക് ബാധ്യതയാണ്, നമുക്കൊരു പട്ടിയെ വളർത്താം എന്നൊക്കെ പറയും. അപ്പോൾ ഇവൾ കുറേ പേരുകൾ പറയുന്നുണ്ട് പട്ടികളുടെ. ഇതൊക്കെ എന്താ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പട്ടികൾ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന സൈസ് പട്ടികൾ നമുക്ക് അങ്ങനത്തെ വളർത്തിയാൽ മതി, അല്ലാണ്ട് നമുക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ ഇവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ട് വരുന്നത്, കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥ പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാറ്റത്തെ കിളിക്കൂട് കാണാം. നാളെ ഇവൾ പിന്നെ ഇതിൻ്റെ ടെസ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി, ലൈസൻസിൻ്റെ ടെസ്റ്റ് കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് നമ്മളെ നിധി. അപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ പൊട്ടുന്നുണ്ട്. പിന്നെ ഇവൻ വന്ന് കളിയാക്കുമ്പോൾ പിന്നെ ആ വീറോടുകൂടി അവൾ വീണ്ടും സ്കൂട്ടർ ഓടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കഥകൾ വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇടയ്ക്ക് ഡിസ്റ്റർബൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് മഴയാണ്. ഞങ്ങളുടെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനിടെ ഒക്കെ ഓപ്പൺ ഇതായതുകൊണ്ട് എവിടെ ഇരുന്നൊന്നും ശരിക്കും കഥ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ കഥകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. അപ്പോൾ ക്ഷമിക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.